പെട്രോൾ വെഹിക്കിളാണ്. ZX ആണ്, ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. 165 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. 160 നെഗോഷ്യബിൾ. ഡീസലാണ്. ഡീസൽ വണ്ടി 12 മോഡലാണ്. 2012 LTZ ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി 2007 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇതിന്റെ വണ്ടി 2018 മോഡലാണ്. 2006 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 92,000 കിലോമീറ്റർ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം OLX കാർസിലാണ്. അപ്പം ഒരുപാട് നല്ല ഇവിടെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. സുഖമല്ല, തീരെ ഒട്ടും പനിയാണ് പക്ഷേ. അപ്പം അതാണ് 2 ദിവസം വീഡിയോ പെൻഡിങ് ആയത്. ഇപ്പോഴും സുഖമായിട്ടില്ല. അപ്പം ഇനി അങ്ങോട്ടും ചിലപ്പം വീഡിയോ പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് എടുക്കുകയാണ് വീഡിയോ. അപ്പം ലൊക്കേഷൻ വരെ തിരുവനന്തപുരം അമരവളയാണ്. തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവള. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി റോജൻ ബ്രോ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വീഡിയോ കുറച്ച് ദിവസമായില്ലേ? കുറച്ച് ദിവസമായി. ഇപ്പം വണ്ണവും കുറച്ച്, നല്ല വണ്ണവും കുറഞ്ഞു. വണ്ണം കുറഞ്ഞല്ലോ നന്നായിട്ട്. അല്ല, വണ്ണം നന്നായിട്ട് കുറഞ്ഞല്ലോ വന്നിപ്പോൾ. വണ്ണം കുറച്ച് നല്ല അടിപൊളിയായി. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റ് കാർ ഉണ്ടോ? അതെങ്ങനെയാണ്? ബഡ്ജറ്റ് കാർസ് ഉണ്ട്. ഇപ്രാവശ്യം കൂടുതൽ ബഡ്ജറ്റ് കാർസാണ്. ഇപ്പം ലോണ് ഇപ്പം വർഷം വരെ ഇപ്പോൾ ലോണ് സെയിം തന്നെയാണോ? ലോണ് 2011 മുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ മാറി 800 ആണ്. ഇത് വണ്ടി 2001 മോഡല്, 2022 അടുത്ത വർഷം വരെ പേപ്പറുണ്ട്. വണ്ടി കുഴപ്പമില്ല, കാർബറേറ്ററാണ്, നോൺ AC വെഹിക്കിളാണ്. പഠിക്കുന്നവർക്കും സാധനം ഓടിക്കാനും അത്യാവശ്യം ചെറിയ ഉപയോഗമുള്ളവർക്കും കുഴപ്പമില്ല, വണ്ടി യൂസ് ചെയ്യാന്നുള്ളതാണ്. വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ടയർ കണ്ടീഷൻ ആവറേജ്. ഓക്കെ, അതിൻ്റെ സീറ്റ് വർക്ക് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എഞ്ചിൻ ഭാഗമൊക്കെ എങ്ങനെയുണ്ട്? എഞ്ചിൻ ഭാഗം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പാച്ച് വർക്കോ അങ്ങനെ വേറെ ഒന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് വണ്ടി? അപ്പോൾ ഇത് ഫൈനൽ നമ്മൾ 38 പ്രതീക്ഷിക്കുന്നത്, ചെറുതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിളാണ്. അപ്പോൾ അടുത്ത വണ്ടി നാനോ. ഇത് വണ്ടി 2010 ലാസ്റ്റ് ആണ്. AC ഉള്ള മോഡലാണ്. വണ്ടി കൊള്ളാം, വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളും നിലവിലില്ല, റീപ്ലേസ്മെന്റും ഇല്ല. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ടെസ്റ്റ് എപ്പോഴും വരും? ഈ വർഷം ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരും. ലാസ്റ്റ് ആവും അല്ലേ? ലാസ്റ്റ്. ഓക്കെ, ബോഡി കണ്ടീഷനെ കൂട്ടാണ്. ഇതിപ്പോൾ പഠിക്കുന്നവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കാനും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റൊക്കെ നീറ്റായിട്ട് പോകുന്നില്ലേ? വണ്ടി കൊള്ളാം, നല്ല വൃത്തിയുടെ സൂക്ഷിച്ചതാണ്. കിലോമീറ്റർ എത്രയുണ്ട് വണ്ടിയുടെ? കിലോമീറ്റർ ഇങ്ങനെ 70 സംതിങ് ഉണ്ടാവും തോന്നുന്നു. നല്ല മൈലേജ് അല്ലേ? പിന്നെ എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ 45 രൂപ കൊടുക്കാം. 45 രൂപ കണ്ടീഷൻ വണ്ടി. AC വർക്കിംഗ് ആണ്. അടുത്തൊരു മാറി തീരുന്നുണ്ട്. വണ്ടി 2001 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി കാർബറേറ്റർ ആണ്. AC വെഹിക്കിളാണ്, AC വർക്കിംഗ് ആണ്. 2001 26 വരെ പേപ്പർ ഉണ്ടല്ലേ? 26 വരെ പേപ്പർ ഉണ്ടല്ലേ? പേപ്പർ 26 വരെ ഉണ്ട്. നല്ല ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി. ഓട്ടിക്കാൻ വേറെ അടിപിടിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി. ഇന്ത്യയിൽ നോക്കിയാൽ കണ്ടീഷൻ കൂട്ടാണല്ലേ? ഇന്ത്യയുടെ നല്ല സീറ്റ്, നല്ല പക്ക നല്ല മോഡലുള്ള വണ്ടിയാണ്. പക്ക നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. പക്ക ട്രിപ്പുണ്ട്. വർക്കിംഗ് ഇങ്ങനത്തെ ഒരു വൃത്തിയുള്ള വണ്ടി അടുത്ത് കിട്ടുന്നില്ല. കുറച്ച് പറ്റില്ല, നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്. എഞ്ചിൻ എല്ലാം പക്ക, ബോഡി സൈഡിൽ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പക്ക. വണ്ടി ഇറങ്ങി ഒറിജിനാലിറ്റി എല്ലാം അതേപോലെ പക്ക വെച്ചിട്ടുണ്ട്. പക്ക. വെറും സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ഇപ്പോൾ ജസ്റ്റ് പേര് മാറിയാൽ. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ 40 രൂപയാണ് ഫൈനൽ പ്രതീക്ഷിക്കുന്നത്. അല്ലെ, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാം. 40 രൂപ. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്, പക്ക. AC ആണ്, AC വർക്കിംഗ് ആണ്. എല്ലാ പേപ്പേഴ്സും പക്ക. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് വണ്ടി 2007 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇത് പിന്നെ X1 ഏറ്റവും ടോപ്പ് ആണ്. വണ്ടി. അത് AC ബസ്സിന് ഫോർഡർ, പവറിന്റെ റിയർ വൈപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, 27 പേപ്പറുണ്ട്. 27 പേപ്പറുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 1,18,000. 1,18,000. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്. കുഴപ്പമില്ല. ടയറൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ടല്ലേ? ടയറൊക്കെ നല്ല കണ്ടീഷൻ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഫാബ്രിക് ആണ്. ഓക്കെ, സീറ്റ് ഫാബ്രിക് പക്ഷേ വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയുണ്ട്. ബാക്കിൽ പവറിന്റെ സ്വിച്ച് ആണ് വരുന്നില്ല അവിടെ? ബാക്കിൽ പവറിന്റെ അവിടെ സെന്ററിൽ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്, സൈഡിൽ വരുന്നുണ്ട്. അപ്പോഴത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ടോപ്പ് വണ്ടി. അവിടെ എക്സ്ട്രാ കുറച്ച് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഫൈനൽ നമുക്കൊരു 79 രൂപ കൊടുക്കാം. 79,000 രൂപ. ഇതും ഗ്രാൻഡ് ആയിട്ടാണ്. ഇത് 2014 മോഡൽ മാഗ്നയാണ്. ഡീസലാണ്. ഡീസൽ വണ്ടി. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അത് സെക്കൻഡ് ഓണർഷിപ്പാണ്. വേറെ റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. മൈലേജ് അറൗണ്ട് 23 മുതലേ മൈലേജ് കിട്ടും. ഡീസൽ വണ്ടിയില്ലേ, നല്ല മൈലേജ് കിട്ടുമല്ലോ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. CRDI എഞ്ചിൻ
KL01 ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ, സീറ്റ് കവറുണ്ട്, കുഴപ്പമില്ല. റിയർ വേണ്ടി AC ഒക്കെ വരുന്നുണ്ടല്ലേ? AC എല്ലാം വരുന്നു. ഒരു പൈനറിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്, ഫോർഡർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് ഇല്ലല്ലോ? എയർ ബാഗ് ഇല്ല. 214, മറ്റേത് 218. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഫൈനൽ നമുക്കൊരു 265 കൊടുക്കാം. 265 നമുക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യില്ല. വേണമെങ്കിൽ നമുക്കൊരു 2-3 ലക്ഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് കൂടുതൽ കൊടുക്കാം. അടുത്ത വണ്ടി ഇയോൺ വണ്ടി 2014 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വരുന്നത്. 63,000 കിലോമീറ്ററാണ് വണ്ടി വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നുമില്ല. ഡിലേഡ് പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. ടയർ 4 പുതിയ ടയർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് വേറെ ഏതാണ്? ഡിലേഡ് പ്ലസ് ആണ്. ഓക്കെ, സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്. ഇതിനകത്ത് പവർ വിൻഡോ വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഫൈനൽ ഒരു 185 കൊടുക്കാം. 185. 1.5-1.60 ലോൺ ചെയ്യും, ചെറിയ എമൗണ്ട് അടച്ച്. അപ്പോൾ അടുത്ത വണ്ടി കിഡ് വണ്ടി 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. RXT ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഗുഡാണ്, സ്ക്രാച്ചസ് ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാണ്? RXT. ഓക്കെ, സീറ്റ് പറയുന്നത് നീറ്റാണ്. RXT ആകുമ്പോഴത്തേക്കും ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഇല്ല. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 2.60 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. പിന്നെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഷവർലെ ക്രൂസ്. ഇത് വണ്ടി 2012 മോഡലാണ്. 12 വണ്ടി. 2012 LTZ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. ഓട്ടോമാറ്റിക്കാ മാനുവലാണോ? മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മുടെ സൺറൂഫ് വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. വണ്ടി നീറ്റാണല്ലോ, ബോഡിയൊക്കെ നീറ്റാണല്ലോ? കേട്ടില്ല. ബോഡിയൊക്കെ നീറ്റാണല്ലേ? ബോഡിയൊക്കെ നീറ്റ്. വണ്ടി ഓടിക്കാനും പക്കാണ്. വേറെ കംപ്ലൈൻറ്റ്സ് കാരണം എല്ലാം A to Z എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൽ വണ്ടി. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ. ഓക്കെ, ഷോറൂം സർവീസ് ആണോ പുറത്താണോ? 2 വരെ ചെയ്തിട്ടുള്ളത്. നല്ല ഓക്കെ ആണല്ലോ? നല്ല വണ്ടി ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ നീറ്റാണ്, പക്ക. A to Z എല്ലാം ഒരു കംപ്ലൈൻറ്റ്സ് ഇല്ല, എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, വാട്ടർ പവറുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോൾസ്, എയർ ബാഗ്. എത്ര എയർ ബാഗ് വരുന്നുണ്ട് ബ്രോ? 6 എയർ ബാഗ്. സൺറൂഫ് വരുന്നുണ്ട്. എല്ലാം വരുന്നത്. പക്ഷേ ഷവർലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പക്ഷേ ഇതിനൊക്കെ നല്ല റീസെയിൽ വാല്യൂ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അത്രയ്ക്ക് ഈ വണ്ടി ഒരുപാട് ഫാൻസ് ഉള്ള വണ്ടിയാണ്. ക്രൂസ് നല്ല വണ്ടിയായിരുന്നു. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ 2.5 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നു. എന്നാലും മാക്സിമം അടിച്ച് കൊടുക്കാം. പക്ഷേ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ 20 ലക്ഷം വില ഉണ്ടായിരുന്നില്ലേ? 20 ലക്ഷം അടുപ്പിച്ച് വരും. വില ഉണ്ടായിരുന്നു. ടോപ്പിൻ്റെ വണ്ടിയല്ലേ? ടോപ്പിൻ്റെ വണ്ടി. കൊറോളയാണ് വണ്ടി. 2003 വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. വണ്ടി കൊള്ളാം, ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടി. 1.8 ലിറ്ററാണ് വരുന്നത്. ഓക്കെ, അലോയ്സ് എല്ലാം വരുന്നത്. ടയർ കണ്ടീഷൻ ഗുഡാണ്. വേറെ റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് CVT അല്ലേ? സീറ്റ്. ഓക്കെ, ഇന്ത്യയിൽ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് വർക്ക് നീറ്റായിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്. അതെ, ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇതിനകത്ത് ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ഇത് ടോപ്പ് എൻഡ് ഡീലർ എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് AC, വാട്ടർ പവറുണ്ട്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൊറോള എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഫൈനൽ ഒരു 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. ഓട്ടോമാറ്റിക്. ഇതൊക്കെ നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസ്? അല്ല, ചെറിയ നീച്ച് കൊടുക്കാം. ഇതിന്റെ വണ്ടി 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 58,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മാഗ്ന വേരിയന്റ് ആണ്. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ വണ്ടി? ഓക്കെ, പെട്രോൾ വണ്ടി ആകുമ്പോൾ ഗ്രാൻഡായിട്ട് മൈലേജ് വന്നിട്ട് ഒരു 12-13 പ്രതീക്ഷിക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അലോയ്സ് അല്ല, വീൽ കപ്പാണ് വരുന്നത്. വീൽ കപ്പാണ്. അത് മാഗ്നയല്ലേ? വരുന്നുണ്ട്. റിയർ AC വരുന്നുണ്ട്. തേർഡ് വേരിയന്റ് അല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, AC, ഫോർഡർ പവർ ഉണ്ട്, അത് ഫാസ്റ്റ് സ്റ്റിയറിംഗ്, എയർ ബാഗ് സിംഗിൾ അല്ലേ? സിംഗിൾ എയർ ബാഗ്. ഓക്കെ, 18 വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? നമുക്കിത് 3,80,000 രൂപ കൊടുക്കാം വിത്ത് ഫുൾ ലോൺ. 350. ലോൺ വേണമെങ്കിൽ 4 ലക്ഷം രൂപ കയറ്റി കൊടുക്കാം. പൈസ അങ്ങോട്ട് കൊടുക്കാം. വണ്ടിയും കൊടുത്ത് പൈസയും കൊടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഓമിനി. ഇത് വണ്ടി 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇവരെ 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ 4 പുതിയതാണല്ലേ? 4-5 സ്റ്റെപ്പിന് ഇവിടെ പുത്തൻ ടയറാണ്. അപ്പോൾ ഓ,
അപ്പോളോടെ ഓടിയിട്ടില്ലല്ലേ? ഓടിയിട്ടില്ല. ഇത് നമ്മുടെ ഒരു അറിയുള്ള ഒരു പേഴ്സണൽ ആണെന്നുള്ള നമ്മുടെ ഒരു ബന്ധുവാണ്, പുള്ളിയുടെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ അവരിപ്പം വേറെ വെഹിക്കിൾ എടുത്തപ്പോൾ പിന്നെ കൊടുത്തതാണ്. ഓക്കെ. സ്റ്റീരിയോടെ മറ്റേ ഭാഗഭാഗം ഉണ്ടോ? അത് നോക്കിയില്ല, അവർ കൊണ്ടിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്തില്ല. ഓക്കെ ഓക്കെ. കിലോമീറ്റർ എന്ന് പറഞ്ഞ് കിലോമീറ്റർ 47 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമ്മൾ 280 ചോദിക്കുന്നത്. 280 നെഗോഷ്യബിൾ ആണ്. 2.5 വരെ ലോൺ കയറും. ശരി, അടുത്ത വണ്ടി ഓൾട്ടോ 800. 2015 ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പാണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് വേറെ ഒരു കാര്യങ്ങൾ വരുന്നില്ല. വണ്ടി ഗുഡ് കണ്ടീഷനാണ്. സിംഗിൾ ഓണർഷിപ്പ് എന്നല്ലേ പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ്. VXA ആണ്. ടയർ ആവറേജ് ആണ്. ഫ്രണ്ടിൽ കുഴപ്പമില്ല, ബാക്കിൽ ആവറേജ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് പ്രോപ്പർ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ്. സീറ്റ് ഫാബ്രിക് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട് അല്ലേ? ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉള്ള VXA. അതിന്റെ എയർ ബാഗ് വരുന്നില്ല. പഴയ ഇതിൽ എയർ ബാഗ് വരില്ലല്ലോ. എത്ര കൊടുക്കാം? 2.45 കൊടുക്കാം. 2.45 നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2 രൂപയ്ക്ക് മുകളിൽ ലോൺ 2 രൂപ എന്തായാലും കയറും. സാൻഡ്രോ ഇത് വണ്ടി 2010 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വെറും 60,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വണ്ടി. 10 ടെസ്റ്റ് എപ്പോഴും വരും ബ്രോ? ടെസ്റ്റ് ചെയ്യേണ്ടത് 19 ഈ വർഷം ലാസ്റ്റ് വരും. ലാസ്റ്റ് ആണോ? ഓക്കെ. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്. ബോഡി സിംഗിൾ ഓണർഷിപ്പ്. ഒറ്റ ആർസി വേറെ 60 കിലോമീറ്റർ. ബ്ലാക്ക് കളർ. ആറ്റിംഗ് രജിസ്ട്രേഷൻ അല്ലേ? റീപ്ലേസിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇന്ത്യയിലെ കണ്ടീഷൻ ഗുഡ് ആണല്ലേ? ഗുഡാണ്. ഓക്കെ. ഇതിനകത്ത് പവർ വിൻഡോ 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. AC ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. എത്ര കൊടുക്കാം? നമ്മളത് 1.15 പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എഴുതിയില്ല. പാർക്കിൻസാണ് കസ്റ്റമറിന്റെ വണ്ടിയാണ്. ഓക്കെ. നിങ്ങളുടെ വണ്ടിയല്ല. അടുത്ത വണ്ടി സെൻ. ഇത് വണ്ടി 2006 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 92,000 കിലോമീറ്റർ. LXA ആണ്. AC പവർ സ്റ്റിയറിംഗ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന വേരിയന്റ് ആണ്. ഓക്കെ. നമ്മൾ പേപ്പർ എത്ര റീടെസ്റ്റ് പേപ്പർ? ഇത് 2026 വരെ. 26 വരെ. വണ്ടി നീറ്റാണല്ലേ? വണ്ടി നീറ്റാണ്. ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. ടയർ കണ്ടീഷൻ ഗുഡാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. MBF. സീറ്റ് കണ്ടീഷൻ നീറ്റാണ്. സീറ്റും ബാക്കിയെല്ലാം നീറ്റ് വണ്ടിയാണ്. പ്രൈസിങ് നീറ്റ് ആയിരിക്കും. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമ്മൾ 1 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷം രൂപ. ഓക്കെ. പൈസ ആവശ്യമുള്ള ആണല്ലോ? ചെറുതായിട്ട് ചെറിയ രീതിയിൽ മാക്സിമം. ശരി. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഇത് വണ്ടി 2007 മോഡലാണ്. 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ഡീസൽ VDA. ഡീസൽ വണ്ടി. ഓക്കെ. ബോഡിയൊക്കെ ഒരു ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 27 പേപ്പർ ഉണ്ടല്ലേ? 27 പേപ്പർ ഉണ്ടല്ലേ? 27 പേപ്പറാണ്. സീറ്റ് പറഞ്ഞ കുഴപ്പമില്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ AC പോസ്റ്റ്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 1.65 ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. 1.65 നെഗോഷ്യബിൾ. ഓക്കെ. ഡീസൽ ഉണ്ട് അല്ലേ? ഡീസലാണ്. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. ഇത് വണ്ടി 2015 മോഡലാണ്. പെട്രോൾ വെഹിക്കിളാണ്. ZXA ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് വണ്ടി തേർഡ് ഓണർഷിപ്പാണ്. 1,06,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ZXA. അതെ. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. എബോവ് 50%. 50%. അതെ, തീർച്ചയായിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇന്ത്യയിൽ നീറ്റാണ്. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഓക്കെ. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ZXA ആകുമ്പോൾ ഓട്ടോമാറ്റിക് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, എല്ലാ ഫീച്ചറും അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണോ? തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ? 1,06,000 കിലോമീറ്റർ. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? പക്ക. നമ്മൾ പ്രോപ്പർ കറക്റ്റ് സർവീസ് ആണ്. മേജർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ 4,15,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 4,15. ഫുൾ ലോൺ ചെയ്യും. 4.5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും.